ഒരു സ്മോൾ അടിച്ചിട്ടുണ്ട്. അപ്പം ചുമ്മാ അപ്പം 2 ക്വാർട്ടറും ഇവിടെ 3000 കിട്ടും കേട്ടോ. 3 നേരത്തേക്കാണ് മാക്സ്. അപ്പം ചെറുതും കൂടെ കിട്ടും. ഒരു പെഗ് ചെറുതും മനസ്സിലായോ? അങ്ങനെ ഇവിടെ കിട്ടും. അപ്പം പൈസ ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതി. അതിന് നിർത്തിക്കുവാണ് കൺട്രോൾ എന്ന് പറയും. എല്ലാം അറിയും നടക്കും. ഞാൻ ചുമ്മാ എടുത്ത് വെച്ചേക്കാന്ന് വെച്ചു, മനസ്സിലായില്ല. മനസ്സിൽ ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങ് സംസാരിക്കും. ഞാൻ എൻ്റെ പാസ്റ്റാണ് പറയുന്നത് കേട്ടോ. ഞാൻ എവിടെ തുടങ്ങിപ്പോന്നെ? എടാ ഊബർ ഡ്രൈവർ നീ എന്ത് വിചാരിക്കും? എന്നാ നമ്മൾ പതുക്കെ ഓടിക്കാടാ. സ്പീഡ് ലിമിറ്റിനകത്ത് ക്രൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് പോണു പാട്ട് കേട്ടാലോ. കുറേ കാര്യങ്ങൾ, കാരണം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ അങ്ങ് ചുമ്മാ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ഇഷ്ടപ്പെട്ടില്ല ഇപ്രാവശ്യം ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ഇത് ഡേറ്റ ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ചുമ്മാ അങ്ങ് എടുത്ത് വെച്ചേക്കാന്ന്. ആരും കേൾപ്പിക്കാന്നല്ല. പിന്നെ ഞാൻ എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങ് വാടാ, എടാ ഉള്ളിലെ കാര്യമാണ് വരുന്നതെന്ന്. അമ്മേ ജീവിതത്തിലെ പാസ്റ്റാണ് വരുന്നതെന്ന്. ഐ സ്പീക്ക് ഫാക്ട്സ് ആൻഡ് ദ പാസ്റ്റ്. നിങ്ങൾക്ക് അൽഷിമേഴ്സ് ഉണ്ടല്ലേ? എല്ലാം ഞാൻ മാറ്റിത്തരും. ഞാൻ ഇപ്പോൾ പാട്ട് കളിച്ചാൽ കൂറയാവും, സംസാരിച്ചാലും കൂറയാവും. എന്നാൽ പാട്ട് കേൾക്കാം. അപ്പോൾ ചുമ്മാ എന്തായാലും കാണിക്കാമല്ലോ. ഞാൻ വൈബിങ് എന്നാണ് പാടുന്നത്. പാട്ട് പാടാന്ന് പറഞ്ഞാൽ വൈബിങ്. അവർ പാടും. നിങ്ങൾ സൗന്ദര്യം അളക്കര മലയാളികളുടെ. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് ഇപ്പം ഞാൻ ഇച്ചിരി ഫിറ്റ് ആവണമെങ്കിൽ ശരിക്കും അതിനാണല്ലോ അടിക്കുന്നത്. അല്ല പിന്നെ എന്തോ. പിന്നെ പണ്ട് അടിക്കുന്ന ആരും അറിയത്തില്ല കേട്ടോ. പണ്ട് എനിക്ക് ക്ലീൻ ആയിട്ട് ഇങ്ങനെ പല്ല് കേൾക്കണം ആദ്യം. എനിക്ക് മിണ്ടായിരിക്കും അറിയാം. എന്നിട്ട് മനസ്സിങ്ങനെ കിടന്ന് അതെയോ പണ്ട് എന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ എവിടെ തുടങ്ങണ്ടേ? എനിക്ക് തുടങ്ങാൻ അങ്ങോട്ട് പാട്ട് പാടാം. പാട്ട് പാടി. ഓ ഏത് പാട്ടാടോ? വേണ്ട, പാട്ട് വേണ്ട. 2 മിനിറ്റായി. ഇതാണ് ഞാൻ 3ാമത്തെ പെഗ്ഗിലെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞ് സായി ശങ്കറിനെ വെച്ച് അടിപ്പിക്കുകയാണെങ്കിൽ ഇവൻ ഇത്രയും നേരം കുറച്ച് കോണച്ചേർത്തല്ലോ എന്ന്. ഇവൻ്റെ തനി കോണം 3ാമത്തെ പെഗ്ഗിലെ എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇത് എന്തായാലും ഭാവിയിൽ ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിടക്കട്ടാ. എടാ നിങ്ങൾക്ക് മാത്രം മതിയോ ലൈഫ്? കുറച്ച് കാര്യം ചുമ്മാ അങ്ങ് പണഞ്ഞിട്ട് പോയി എൻ്റെ മനസ്സിലുള്ളത്. ഊബർ ഡ്രൈവറാണ് ചാവോളം. ഇതങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് എൻ്റെ മനസ്സ് കല്ലിറങ്ങിയത്. 50 കോടി റുപ്യയുടെ എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഈ ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ പിന്നെ പറയാം. ലോട്ടറി അടിച്ചാലും ഇനി ഞാൻ I'll continue being an Uber driver. കിടത്തുന്നുണ്ട് ലോനങ്ങ് തള്ളുന്നുണ്ട്. എടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കൊക്കെ മലയാളത്തിലല്ലടാ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. എടാ ജയവേലേട്ടനെ അറിയോ? ലോട്ടറി അടിച്ച അറിയാതിരിക്കുന്നോ? വാർത്ത അതാണല്ലോ. അതാണ് ജയവേലേട്ടൻ ഒരു ഉപദേശം. ഈ ഇടയിൽ ഒരു 25 കോടിക്ക് ഒരാൾ ലോട്ടറി അടിച്ചായിരുന്നല്ലോ. വിളിക്കുന്നു പൊന്നുമോനെ. ആർക്കും മീൻസ് അങ്ങനല്ല. ജയവേലേട്ടൻ എടുത്തു പിന്നെ കൊടുത്തു. പൈസ ബാങ്കിൽ എടുക്കുന്നു. ജയവേലേട്ടൻ ഇന്ന് ആ കോടി 7 കോടി ഉണ്ടെന്ന്. 7 കോടി. ഇപ്പം എന്താ പണി? ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നുണ്ടത്. അതുകൊണ്ടെങ്കിൽ പിള്ളേർക്കുള്ള അവർ നോക്കിക്കോളൂ. എടാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷ് ഞാൻ ഫിറ്റ് ആണ് ഞാൻ പറയുന്നില്ല. നാളെ ഞാൻ പറയാം. എൻ്റെ പൊന്ന് ജയവേലേട്ട കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. എടാ നമുക്ക് എന്തുവാ എനിക്ക് ബിരിയാണി വേണം എല്ലാ ദിവസവും. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാവിലെ എനിക്ക് അപ്പം മുട്ടക്കറിയും വേണം. ഉച്ചയ്ക്ക് ചോറും മീൻ ഫ്രൈ വിത്ത് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്, ഒരു ഒഴിച്ചുകറി. പിന്നെ വൈകിട്ട് എനിക്ക് പറ്റൂച്ച പൊറോട്ട അടിക്കുക.
മനസ്സിലായില്ലേ? പൊറോട്ട. ഇല്ലെങ്കിൽ അവൾ പറയും ചപ്പാത്തി ആയാലോ? ഞാൻ പറയും ആ ശരി ഡബിൾ സ്ട്രോങ്ങിൽ എണ്ണ ഇട്ട് ഇച്ചിരി ബട്ടറും കൂടി ഇട്ടിട്ട് ഇത്. പിന്നെ കറി എന്തോ? ഫ്രഷ്. ഞങ്ങൾ ഫ്രഷിൻ്റെ ആൾക്കാരാണ്. അതായത് ഞങ്ങൾക്ക് വെജിറ്റബിൾ കറി ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ കളിയാക്കുന്നില്ല. എന്നാലും ചിക്കനാണ് അതേപോലെ ഒലത്തിയ ചിക്കൻ. എത്ര ഒലത്തിയ ചിക്കൻ മലത്തി കുറയില്ലേ? യൂട്യൂബിൽ ഞാൻ എടുത്ത് കൊടുക്കുന്നത് എല്ലാ ദിവസവും എടുത്ത് കൊടുക്കും. മനസ്സിലല്ലേ? ഇതാണ് കണ്ടു പഠിച്ചോണം. മനസ്സിലല്ലേ? ഭക്ഷണം നമ്മൾ കഴിക്കുക. എന്തുവാടേ ഈ ഞാൻ എൻ്റെ ചെറുപ്പം എന്നൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കൂറയപ്പോഴാണ്. അതായത് PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് നോക്കി സംസാരിക്കാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മളെ തന്നെ അങ്ങോട്ട് നോക്കി സംസാരിക്കും. ഈ PGക്ക് പഠിക്കുന്ന സമയത്ത് ശങ്കെന്നും പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എൻ്റെ എന്തോ ബ്രദർലി ലവ് ബ്രദർ കംസ് ആയിട്ടുണ്ട്. ഒരു നേരെ ഞങ്ങൾ രാവിലെ പരിപ്പടയാണ്, പക്ഷെ ഞങ്ങൾക്ക് സ്മോക്ക് ചിലപ്പം വേണ്ടി വരുമായിരിക്കും, പക്ഷെ ചായ മനസ്സിലായില്ല, അത് മസ്റ്റാണ്. അതാണ് ഭക്ഷണം. ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ 2 രൂപയ്ക്ക് അവിടെ ഒരു കവറിൽ ഒട്ടിക്കുന്ന ഒരു കവർ ഇത് കിട്ടും. അപ്പം എൻ്റെ കൂടെ 3 പേരുണ്ട്, ഞങ്ങൾ 3 പേര് താമസിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ മാത്രം പൈസ കൊടുക്കും, മനസ്സിലായോ? എന്നിട്ട് എടാ എൻ്റെ പൈസ കൊടുക്കും കേട്ടാ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് പൊളിക്കും. നിങ്ങളെങ്ങനെയല്ലേ കോളേജ് പഠിക്കുമ്പോഴല്ല? എൻ്റെ വൈഫ് അങ്ങനെ ഇരുന്നല്ലോ. ഞാനും അങ്ങനല്ലേ. എന്ത് എന്നോട് ഒരിക്കൽ 2 രൂപ 2 രൂപ കടം ചോദിച്ചത് അടുത്ത ദിവസം തന്നിരിക്കണം. ഇല്ല 3 ദിവസം തരും. 4-ാമത്തെ ദിവസം ഞാൻ 2 രൂപ ചോദിക്കുന്നു കേട്ടറാ. കണ്ട, അതായത് ഞങ്ങളുടെ എൻ്റെ വൈഫിൻ്റെ കാര്യം പറയുന്നത്. അവളെങ്ങനെയായിരുന്നു അവിടെ കോളേജ് പഠിച്ചുമ്പോൾ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നെങ്കിൽ അവൾ എന്നെക്കാളും 2 വർഷം പുറയില്ല. അപ്പം ഞാൻ 10th അവൾ 8th. മനസ്സിലായില്ലേ? എൻ്റെ ബേബി ഞാൻ വിളിക്കും, മനസ്സിലായി? ഇതാണാ ബേബി അവിടെ കൂര് കൂട്ടി ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം മൂടും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സായി ശങ്കറിനെ ഞങ്ങൾ എടാ ഇത് ചാമ്പറിൽ ഇന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ എന്നാലും ഒറ്റ വാക്കി പറയാം, മലയാളി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഞാൻ അവിടെ കിളത്തി കയറ്റി അങ്ങ് തരും, മനസ്സിലായില്ലേ? എന്നിട്ട് മേളിപ്പോൾ ഒറ്റയടിക്ക് അടിക്കുമ്പോൾ അവന് അടുത്ത ദിവസം വാർത്ത അടിക്കും പോകുമ്പോൾ, മനസ്സിലായി? അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും, അല്ല പുള്ളിയുടെ കഥ കേട്ടിട്ടുള്ള അല്ല, ഒരു എക്സാമ്പിൾ അവൻ പോകുമ്പോൾ അവന് വാർത്ത. കുഴപ്പമില്ല, ചാവടാ. കോമഡി മോടി പൊട്ടോ എന്തായാലും ചാവുന്നു. ഒരു ബ്രേക്ക് എടുക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് പോവാം, അപ്പം പിന്നെ എനിക്ക് എൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ. ഞാൻ ഇപ്പം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല അറിയോ? ഇല്ല, എനിക്കറിയത്തില്ല. ഈ ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗ കൂട്ടമുണ്ട് ഈ ലോകത്തിൽ, നിങ്ങൾക്കറിയോ? അതായത് മലയാളി പെന്തക്കോസ്. അതായത് മലയാളത്തിൽ കർത്താവേ നീ വരണേ എന്ന് പറയുന്നത് മലയാളത്തിൽ സംസാരിക്കുന്ന കർത്താവ്.